തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പല മാധ്യമങ്ങളും പല പ്രമുഖരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ പ്രവചിച്ചിരുന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻഡിഎയും ഇന്ത്യ സഖ്യവും പരസ്പരം പോരടിക്കുമ്പോൾ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിക്കുമ്പോൾ 4-ാം തീയതി ജനം ആർക്ക് അനുകൂലമായ വിധിയാണ് എഴുതിയതെന്ന് അറിയുവാനാണ് ഇനി കാത്തിരിപ്പ്. എന്തായാലും കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായ രീതിയിലുള്ള ചർച്ചകളും അവലോകനങ്ങളും പ്രവചനങ്ങളും ഒക്കെ നടന്നു. ഇപ്പോൾ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ PV അൻവർ നടത്തിയ ഒരു പ്രവചനം, ഇന്ത്യ സഖ്യവും എൻഡിഎയും പോരടിക്കുന്ന ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ഏത് മുന്നണിക്കാണ് മേൽക്കൈ ഉണ്ടാകുക എന്ന് കണക്ക് നിരത്തി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20ഇടത്തും ഇന്ത്യ സഖ്യം വിജയിക്കും. അതായത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവും UDFും കാര്യമായ രീതിയിൽ 20 മണ്ഡലങ്ങളിലായി വിജയിക്കും. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് സാരം. അങ്ങനെ വരുമ്പോൾ ശക്തമായ മത്സരം കാഴ്ചവെച്ച ആറ്റിങ്ങലിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJP സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എങ്കിൽ പിന്നെ ആരാണ് അവിടെ വിജയിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ത്യ സഖ്യമോ NDAയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നിരത്തുന്ന കണക്ക് ഇങ്ങനെയാണ്. ആകെയുള്ള 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 524 ലോക്സഭാ മണ്ഡലങ്ങൾ ആണ് സംസ്ഥാനങ്ങളിലുള്ളത്. ആ 524 ലോക്സഭാ മണ്ഡലങ്ങളിൽ 284 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള 28 സംസ്ഥാനങ്ങളിൽ 284 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും. NDA 188 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കും. അവിടെ ജഗൻമോഹൻ റെഡ്ഡിയും BRSും BJDയും TMCയും ഒക്കെ നേടുന്ന സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഒപ്പം നിൽക്കാത്ത മറ്റ് പാർട്ടികൾക്ക് ലഭിക്കുന്ന സീറ്റുകൾ. അത് കണക്ക് കൂട്ടുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ 12ഉം BRSന്റെ 6ഉം BJDയുടെ 10ഉം TMCയുടെ 24ഉം കൂടി കണക്കിലെടുക്കുമ്പോൾ 52 സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒട്ടാകെ NDA സഖ്യത്തിനൊപ്പമോ ഇന്ത്യ സഖ്യത്തിനൊപ്പമോ നിൽക്കാത്ത പാർട്ടികളിൽ നിന്ന് ലഭിക്കുക എന്ന് അൻവറിൻ്റെ കണക്കുകൂട്ടൽ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആകെയുള്ളത് 19 ലോക്സഭാ മണ്ഡലങ്ങൾ. ആ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ 14ഇടത്തും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. NDA ആകട്ടെ 5 സീറ്റുകളിൽ മാത്രം. ഇന്ത്യ സഖ്യത്തിനോടൊപ്പമോ NDAയ്ക്കൊപ്പമോ നിൽക്കാത്ത പാർട്ടികൾക്ക്, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള പാർട്ടികൾക്കൊന്നും സീറ്റ് ലഭിക്കില്ല എന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഇവിടെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 298ഇടത്തും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും 193 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം വിജയിക്കുമെന്നുമാണ് PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പുകളിലും അദ്ദേഹം നിരത്തിയ കണക്കുകളിലും വ്യക്തമാക്കുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ PV അൻവർ എടുത്തു പറയുന്ന ചില ജില്ലകളുണ്ട്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരവും തൃശ്ശൂരും പൊന്നാനിയും മലപ്പുറവും ആലപ്പുഴയും വടകരയുമൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. വടകരയെപ്പറ്റി PV അൻവർ പറയുന്നത് കാര്യമായ രീതിയിലുള്ള മതവിദ്വേഷ പ്രസംഗങ്ങളും മതവിദ്വേഷ തരംഗങ്ങളുമൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇറക്കിയെങ്കിലും അന്തിമഫലം വരുമ്പോൾ വിജയം KK ശൈലജയ്ക്ക് തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ, അതായത് 2019 LDFന് ആകെ സീറ്റ് ലഭിച്ച AM ആരിഫ് MP ആയിരിക്കുന്ന ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് AM ആരിഫ് വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വയനാട്ടിനെ പറ്റി വരെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വയനാട്ടിൽ 2019 4 ലക്ഷത്തിലധികം വോട്ടുകൾ കരസ്ഥമാക്കി വിജയിച്ച രാഹുൽ ഗാന്ധി ഇക്കുറി ആനി രാജയ്ക്ക് മുൻപിൽ 2 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിലേക്ക് മുട്ടുകുത്തും. അതൊരു പരാജയത്തോട് ചേർന്ന് നിൽക്കുന്ന വിജയം തന്നെയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. തൃശ്ശൂരിൽ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും സുനിൽകുമാർ വിജയിക്കുമെന്നും സുരേഷ് ഗോപിയോ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരനോ വിജയിക്കില്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. അവിടെയും കോൺഗ്രസും BJPയും തമ്മിൽ ഒത്തുകളി നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഏകദേശം 1 മാസത്തിലധികമായി കേരളത്തിൽ നമ്മളെല്ലാവരും ജൂൺ 4 വേണ്ടി കാത്തിരിക്കുകയാണ്.
ഒരു കാലത്തുമില്ലാത്ത തെരഞ്ഞെടുപ്പ് കള്ളപ്രചരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് ആ ഇന്ത്യ മുന്നണിക്കെതിരെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ചിത്രം പോലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവരെല്ലാവരും ഒരുമിച്ചിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർ നടത്തിയ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ കേരള ജനതയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളാണ്. ആ 20 പാർലമെന്റ് മണ്ഡലത്തിൽ 20 സീറ്റും ഞങ്ങൾ ജയിക്കും എന്ന വാദഗതിയുമായി UDF മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അവരുടെ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്ന ധാരണയിലാണ് അവർ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വിവാദമായ മണ്ഡലം വടകരയാണ്. വടകരയിൽ പ്രിയപ്പെട്ട ടീച്ചറെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി ആളുകളുടെ വർഗീയത കുത്തിച്ചെലുത്തി ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ഷാഫി അടക്കമുള്ള കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും നേതാക്കളും പ്രവർത്തകരും നടത്തിയ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി 4 മണ്ഡലങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വടകര മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല. 25,000 തൊട്ട് 50,000-ഓളം വോട്ടിന് പ്രിയപ്പെട്ട ടീച്ചർ അവിടെ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് തൃശ്ശൂരാണ്. അവിടെ സഖാവ് സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് BJP നടത്തിയ വലിയ പരിശ്രമം BJPക്ക് ഒരു സീറ്റ് താമര വിരിയിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ താമര വിരിയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് BJPയെ തിരുവനന്തപുരത്ത് സഹായിച്ചു എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ആ കോൺഗ്രസിന്റെ സഹായം BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ UDFന്റെ വോട്ടുകളിൽ വരുന്ന കുറവ് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പന്നീൻ തിരുവനന്തപുരത്ത് ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എനിക്ക് കേരളത്തിലെ പൊതുവായിട്ടുള്ളൊരു വികാരം, കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് വസ്തുതയാണ്. ഇവിടെ പത്രമാധ്യമങ്ങളും പ്രതിപക്ഷവും അല്ലെങ്കിൽ UDFും ഉയർത്തിയത് ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി അവർക്ക് വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടായ വ്യക്തി എന്ന നിലക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്ത് പോലും ഞങ്ങളൊന്നും നേരിട്ടും അനുഭവിച്ചിട്ടില്ല. പറഞ്ഞുണ്ടാക്കിയ ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം ഒരു വികാരം ഈ ഗവൺമെന്റിനെതിരെ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 20 സീറ്റുകളിൽ മലബാറിലെ മുഴുവൻ സീറ്റും, വയനാട് ഒഴികെ ഇപ്പോൾ പറയുന്ന കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂർ, വടകര, കോഴിക്കോട് പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ച് കയറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വയനാട് നമുക്കറിയാം, രാഹുൽ ഗാന്ധി 4,63,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA കുറിച്ച് ഞാൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായതാണ്. പക്ഷെ ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, വയനാടിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന് വയനാട്ടിൽ തിരിച്ചടിയാകും. 4,63,000 വോട്ടിൽ നിന്ന് അദ്ദേഹം 2 ലക്ഷത്തിന്റെ താഴേക്ക് അദ്ദേഹം പോകും എന്ന ചിത്രം വളരെ വ്യക്തമായും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള മൊത്തം സീറ്റുകൾ പരിശോധിക്കുമ്പോൾ പിന്നെ ഏറ്റവും വലിയ ഫൈറ്റ് നടന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിൽ ഇന്ന് നിലവിലുള്ള രാജ്യസഭാ മെമ്പറായ ശ്രീ KC വേണുഗോപാൽ ഇനിയും 2 വർഷക്കാലം ബാക്കിയുള്ള രാജ്യസഭാ സ്ഥാനത്തിന് ഇനിയും 2 വർഷം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യസഭാ മെമ്പറായി നിലനിൽക്കുന്ന അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ശ്രീ ആരിഫിനെതിരെ മത്സരിക്കുകയാണ്. അത് കേരളം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും KC വേണുഗോപാലിന്റെ
ഈ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള ഒരു തിരിച്ചടി മൊത്തത്തിൽ ആലപ്പുഴയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ള സീറ്റുകൾ പരിശോധിക്കുകയാണ്. UDF ഈ തെരഞ്ഞെടുപ്പിൽ അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നത് ഒന്ന് വയനാടും ഒന്ന് എറണാകുളവുമാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ പൊന്നാനിയും മലപ്പുറവുമാണ്. ഈ പൊന്നാനിയിലെ ചിത്രം ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ലീഗ് വോട്ടുകളുണ്ട്. ആ ലീഗ് വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച്, ലീഗിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച വ്യക്തികൾ നൽകിയ കണക്കനുസരിച്ച് ആ വോട്ടുകൾ പൂർണ്ണമായും പൊന്നാനിയിൽ KS അംഷക്ക് അനുകൂലമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയിൽ ലീഗിന്റെ പരാജയമാണ്. പൊന്നാനിയിൽ ലീഗ് പരാജയപ്പെട്ടാൽ മലപ്പുറത്ത് വസീഫിന്റെ സാധ്യത വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ വസീഫിന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വോട്ടിന്റെ ചോർച്ച UDF ലീഗ് സ്ഥാനാർത്ഥിക്കുണ്ടാകും. വസീഫിന്റെ തോൽവി ഒരുപക്ഷെ 50,000 വോട്ടിന്റെ താഴെയായി ഒരു 25,000-ഓളം വോട്ടിന് മാത്രമായിരിക്കും ഒരുപക്ഷെ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുക. അതല്ല മറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച്, ഞങ്ങൾക്ക് ലീഗ് വിഭാഗത്തിൽ നിന്ന് ലഭ്യമായ കണക്കനുസരിച്ച് ആ വോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനിയുടെ അതേ അവസ്ഥ മലപ്പുറത്തും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിന്റെ പൊതുവായ വികസനം ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ മുന്നണിയും CPM-ഉം അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രവർത്തികൾക്കുമുള്ള അംഗീകാരം ജനങ്ങൾ ആത്മാർത്ഥമായി ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 13 സീറ്റ് തൊട്ട് 16 സീറ്റ് വരെ കേരളത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൽ. ആ റിസൾട്ടിന് വേണ്ടി കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോടൊപ്പം ഞാനും കാതോർക്കുകയാണ്. നമ്മൾ കണക്കുകൂട്ടുന്ന അനുകൂലമായ ഒരു ജനവിധി ജൂൺ 4-ാം തീയതി കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. PV അൻവറിന്റെ കണക്കുകൂട്ടലുകളിൽ ഇടതുപക്ഷം വൻ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്നത്. 20-ൽ 20 സീറ്റുകളും നേടുമെന്ന് പറയുന്ന UDF-ന്റെ പ്രവചനത്തെക്കാൾ മുൻപന്തിയിൽ നിൽക്കുമോ PV അൻവറിന്റെ പ്രവചനമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും LDF 12 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 12 സീറ്റുകളും ഉൾപ്പെടുത്തി 20 സീറ്റുകളിലും നിർബന്ധമായും UDF വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് പറയുന്നത്. BJP ആകട്ടെ തൃശ്ശൂരോ തിരുവനന്തപുരമോ ഏതെങ്കിലും ഒരിടത്ത് ചരിത്രത്തിലാദ്യമായി BJP അക്കൗണ്ട് തുറക്കുമെന്ന് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ആര് എവിടേക്ക് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന അന്തിമ തീരുമാനം ജനത്തിൻ്റെതാണ്. അതിന് ജൂൺ 4 വരെ കാത്തിരിക്കണം. ഇനി മണിക്കൂറുകൾ മാത്രം. ആ മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ M5 ന്യൂസിലൂടെ നിങ്ങൾക്കറിയാം ജനം ആർക്കനുകൂലമായ വിധി എഴുതിയെന്ന്.